BJP സംസ്ഥാന ഭാരവാഹി യോഗം അല്പസമയത്തിനകം തുടങ്ങും. ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി കണ്ണൻ ചേരുകയാണ്. കണ്ണൻ, ഇന്നലെ ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനം ഈ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് യോഗത്തിൽ ഉണ്ടായിരുന്നു. 30 A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷവും ഒരു 3 എന്ന സീറ്റിലേക്ക് മാത്രം ഒരുപക്ഷെ ഇത് കുറഞ്ഞുപോയി, ജയം കുറഞ്ഞുപോയി എന്ന തരത്തിലടക്കമുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളുടെ ഒരു തുടർച്ച തന്നെ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? അതേ സ്വപ്ന, കഴിഞ്ഞ ദിവസമുണ്ടായ കോർ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾക്ക് തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ ഈ സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ഒരു വിമർശനങ്ങൾ എന്തായാലും ഇന്നും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലാണ് വിമർശനം ഉണ്ടായത്. ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ പാർട്ടി വിചാരിച്ച അത്രയും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഏതാണ്ട് 3 മണ്ഡലങ്ങളിൽ ഒരു ചരിത്ര വിജയവും ബാക്കി 9ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുവാനും കഴിഞ്ഞുവെങ്കിലും കൂടുതൽ മണ്ഡലങ്ങളും, അതായത് പാർട്ടി ഉദ്ദേശിച്ച A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിൽ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. മഞ്ചേശ്വരത്തും പാലക്കാടും ആറന്മുളയിലും അടക്കം വലിയ രീതിയിൽ പാർട്ടിക്ക് വോട്ടുകൾ കുറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയും കോർ കമ്മിറ്റി യോഗത്തിലും വലിയ രീതിയിൽ വിമർശനമായി ഉയർന്നിരുന്നു. പ്രധാനമായും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൽ പ്രധാനമായും വി മുരളീധരന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. അത് ഇനിയും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിമർശനമായി ഉന്നയിച്ചു. മാത്രമല്ല PC ജോർജിനും ഷോൺ ജോർജിനും ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ വലിയ പിഴവ് പറ്റി. മാത്രമല്ല അവർ സഭാ അധ്യക്ഷന്മാരെയൊക്കെ പിന്നീട് അവർക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും തുടർന്നാൽ ഇത്തരത്തിൽ BJPക്ക് വോട്ട് ലഭിക്കില്ല എന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലും കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇനിയും ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായത് പാർട്ടി ഉദ്ദേശിച്ചത് ഇതിലും കൂടുതൽ സീറ്റുകളാണ്. കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും 3 സീറ്റുകൾ ലഭിച്ചുവെങ്കിലും അതിൽ കൂടുതലും സീറ്റുകളിലും വോട്ട് കുറവുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കപ്പെടും. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അല്പസമയത്തിനകം തുടങ്ങും. സ്വപ്ന.